ബ്രേക്കും പുല്ലും ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ. അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ. അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം. കാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്നേ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞ്. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കും. അതെനിക്ക് പണ്ട് അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവും. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണ്. എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത്? ആരാ ഇവിടുത്തെ മാനേജര്? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്. എന്റെ ബില്ല് പാസ്സായിട്ടോന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? KK സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? K കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിങ്ങളുടെ അളിയനെ? ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിലും പറഞ്ഞോ? ക്ഷണിക്കണം. വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിൽ കിടന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ചെറ്റക്കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക്. എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക? ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശില്ലേ പറ, ഞാൻ കീഴ്ക്കാരൻ്റെ മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ. എന്താ പോടാ പോടാ. കടയിലാ ഭ്രാന്ത്. പട്ടി എന്റെ കാശ എന്റെ കാശ കാശ ഇവിടെ തരാം. അങ്ങനെ നിങ്ങളെ മര്യാദക്കനെ കാശെന്നില്ലേ ഇന്ന് തന്നെ ശവടക്ക. ഇങ്ങനെ ചെയ്തോക്കോ. വെറുതെ ഇരിക്കണോ? അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയുടെ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനെ മനസ്സിലായിട്ടില്ല. എന്തോട്
ആദ്യം നിങ്ങൾ ചെയ്യണ്ടെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കളച്ചിക്കെന്നില്ലേ ആ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അല്ല ഇവിടെ പറയില്ല. ആ എന്റെ ഇടപാടേ അയാളോടല്ല ഇയാളോടാ, ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേൾക്കണു. ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ കുറച്ച് ആക്ഷൻ എടുക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് മറ്റൊന്നും മറിച്ചും പറഞ്ഞ എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നെ ഒരു കാര്യം, വല്ല ഓടിപ്പകവരെ ശമ്പളം നടത്തിയാലല്ലോ അടിച്ചിന്റെ പൂട്ടല് കളക്കും ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണ്ട. ആ കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമുള്ളതല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി ഒത്തില്ല. എന്താണ്? ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടി. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കര ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി ചേർന്ന് മരിക്കാടേ. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിനെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശ് തന്നില്ലേ ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ കിടന്ന് തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 മൊയിലാളി. എന്താണ് ശങ്കര? എന്താ ഇത്? കാശ് കാശ് കാശോ? ചെക്ക് മാറിയ കാശ്. എന്താണ് എന്താണ്? എന്റെ അമ്മോ. ഒരുത്തന്റെ സഹായം വേണ്ട. എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്. എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തരും ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തിരുവനിക്കാൻ കാശിന്റെ കാര്യമൊക്കെ കേരളമല്ല.